Hi everyone, it's me Rahul. Welcome to Mandarin DevX my YouTube channel. So നമുക്ക് ടുമോറോ മാർക്കറ്റ് അനാലിസിസ് ആൻഡ് ഇന്നത്തെ മാർക്കറ്റിൽ എന്താണ് നടന്നത്, എങ്ങനെയായിരുന്നു ഈ റിവേഴ്സൽ സംഭവിക്കാനുള്ള കാര്യം, ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് നോക്കാം. എന്തായിരുന്നു ടെക്നിക്കലി നമുക്ക് എങ്ങനെയാണ് സ്മാർട്ട് മണി വെച്ചിട്ട്, സ്മാർട്ട് മണി കൺസെപ്റ്റ് വെച്ചിട്ട് എങ്ങനെയാണത് ഐഡൻറ്റിഫൈ ചെയ്യാമെന്നും ഞാൻ എടുത്ത ട്രേഡ് എങ്ങനെയാണെന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാം. ഓക്കെ, സോ ഇന്ന് എൻ്റെ ട്രേഡ് ഉണ്ടായിരുന്നത്, എൻ്റെ ട്രേഡ് ഞാൻ രാവിലെ തന്നെ ഈ ഒരു ബോട്ടത്തിൽ തന്നെ ഫിഷ് ചെയ്തിരുന്നു. ഈ ബോട്ടത്തിൽ തന്നെ ഞാൻ എടുത്തിരുന്നു വിത്ത് മൈ സ്ട്രാറ്റജി. ആൻഡ് ഇതിനകത്ത് ഞാൻ SMC യൂസ് ചെയ്തത് ആക്ച്വലി നിങ്ങൾക്കറിയാം, മാർക്കറ്റ് ഇവിടുന്ന് ഒരു അപ്പ് ട്രെൻഡിലായിരുന്നു. 4 ടൈം ഫ്രെയിമിലാണെങ്കിലും അപ്പ് ട്രെൻഡിലായിരുന്നു, ഹയർ ടൈം ഫ്രെയിമിൽ അപ്പ് ട്രെൻഡിലായിരുന്നു, ആൻഡ് ലോവർ ടൈം ഫ്രെയിമിൽ അപ്പ് ട്രെൻഡിലായിരുന്നു. സോ 5 മിനിറ്റ്സിൽ അല്ലെങ്കിൽ 50 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ പുൾ ബാക്ക്, എൻ്റെ ഓർഡർ ഫ്ലോ ഇതായിരുന്നു. എൻ്റെ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ഐ തിങ്ക് ചെറുതാക്കാം. എൻ്റെ ഓർഡർ ഫ്ലോ ആയിരുന്നു ഇത്. ഓക്കെ, ദിസ് ഇസ് മൈ ഓർഡർ ഫ്ലോ. സോ ഓർഡർ ഫ്ലോയിൽ എനിക്കിവിടെ ഒരു POE ഉണ്ട്. അതായത് എൻ്റെ ഈ ഒരു പുൾ ബാക്ക്, എൻ്റെ ഈ ഓർഡർ ഫ്ലോയിൽ എൻ്റെ POE, അതായത് എൻ്റെ ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഓർഡർ ബ്ലോക്ക് ഇതൊരു വാലിഡ് ഓർഡർ ബ്ലോക്കാണ്, ഈ ഒരു റെഡ് ക്യാൻഡിൽ. കാരണം അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു FEG കാണാൻ പറ്റും. ഓക്കെ, എൻ്റെ വീഡിയോയിലും ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് FEG കാണാൻ പറ്റും. സോ ഇന്നത്തെ ഫസ്റ്റ് ക്യാൻഡിൽ ഗ്യാപ്പ് ഡൗണിൽ വന്നിട്ട് ആ FEG ഫില്ല് ചെയ്തു, ആ ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തു, മുകളിലോട്ട് പുഷ് ചെയ്തു. സോ മൈ എൻട്രി വാസ് ഹിയർ. ഓക്കെ, എൻ്റെ എൻട്രി പെർഫെക്റ്റ് ഇവിടെ ആയിരുന്നു. ഇവിടുന്ന് എൻട്രി എടുത്തു. ഞാൻ ഈ ഒരു ഹൈ വരെ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. യെസ്റ്റർഡേ ഡേ ഹൈന്ന് ഞാൻ എക്സിറ്റ് ആയിരുന്നു. ഓക്കെ, എക്സിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് കുറച്ചുകൂടെ മുകളിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നേരെ ഒരു ഫാൾ തരികയാണ് ചെയ്തത്. സോ എങ്ങനെയാണ് ഈ ഫാൾ വന്നത്, എങ്ങനെയാണ് ടെക്നിക്കലി ഈ ഫാള് നമുക്ക് ഇവിടുന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് 4 അവർ ടൈം ഫ്രെയിമിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഇവിടുന്ന് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിൽ വീണിട്ടുള്ളത്, അല്ലേ? ഇവിടുന്ന് ഒരു ഗ്യാപ്പ് ഡൗണിൽ മാർക്കറ്റ് വീണിട്ടുള്ളത്. സോ നമുക്ക് മനസ്സിലാകും ഈ മാർക്കറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എൻഡ് ചെയ്തു, അല്ല? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഹൈന്ന് സ്റ്റാർട്ട് ചെയ്തു, ഈ ലോയിൽ എൻഡ് ചെയ്തു. ഇതാണ് ആ ഗ്യാപ്പ് ഡൗണിൻ്റെ ഫുൾ ഗ്യാപ്പ്. സോ അപ്പോൾ നമുക്ക് ഫിബ് എടുത്തിട്ട് ഈ ഹൈ മുതൽ ഈ ലോ വരെ വരച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എക്സാക്റ്റ് നമ്മുടെ ഗോൾഡൻ സോൺ 0.5 to 0.6 ആ ഒരു റേഞ്ചിലാണ് മാർക്കറ്റിൽ നിന്ന് പോയി ടാപ്പ് ചെയ്തത്. കണ്ടോ, എക്സാക്റ്റ് പെർഫെക്റ്റ് 0.6 ആൻഡ് 0.5. ഈ മാർക്കറ്റിൽ നിന്നും മുകളിലോട്ട് കയറി അവിടെ ടാപ്പ് ചെയ്തു, അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സായി. സോ ഇതാണ് ഇന്ന് സംഭവിച്ചത്. മാർക്കറ്റ് എക്സാക്റ്റ് ഈ ഒരു ഗ്യാപ്പിൻ്റെ 50% മാർക്കറ്റ് രണ്ടാമത് പോയി എടുത്തു. കാരണം ഈ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നേരെ താഴോട്ട് വീഴുക ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലേ? മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറിയപ്പം ആ ഒരു ഗ്യാപ്പിൻ്റെ, അതായത് 8 മെയ് ലാസ്റ്റ് മന്ത് ഉണ്ടാക്കിയ ഗ്യാപ്പിൻ്റെ ആ ഒരു 50% മാർക്കറ്റ് എടുത്തു, താഴോട്ട് വീണു. ഇതാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ നാളെ നമ്മൾ ട്രേഡ് എങ്ങനെ എടുക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഉള്ളത്, 23,800 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നവരെ നമുക്ക് ബൈ ഓൺ ദ ഡിപ്പാണ്. നമുക്ക് ഇവിടുന്ന് ബൈ ചെയ്യാൻ മുകളിലോട്ട്. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ, നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് തന്നെ യൂസ് ചെയ്യാം. നമ്മുടെ ഫിബ് എടുത്തിട്ട് കാരണം ഈ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നാണ്, ഈ മൂവ്മെൻറ്റ് എൻഡ് ചെയ്തത് ഇവിടെയാണ്, അല്ലേ? സോ ഫിബ് എടുത്തിട്ട് ഈ ലോയിൽ നിന്ന് ഈ ഹൈ വരെ വരയ്ക്കുക. ഓക്കെ, ഈ ലോയിൽ നിന്ന് ഈ ഹൈ വരെ വരച്ച് കഴിയുമ്പം നമ്മുടെ 0.5 ആൻഡ് 0.618 ആ ഒരു ഗോൾഡൻ സോൺ, അല്ലെങ്കിൽ ആ ഒരു ഇക്വിലിബ്രിയം സോൺ, സ്മാർട്ട് മണി പറഞ്ഞ ആ ഒരു ഇക്വിലിബ്രിയം സോൺ വരുന്നത് ഇവിടെയാണ്. ഓക്കെ, ദിസ് ഈസ് അവർ സോൺ. ഓക്കെ, ചെറുതായിട്ടൊന്ന് റെഡ് ആക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ സോൺ. 23,826-നും 23,800-നും ആ ഒരു സോണിലാണ് മാർക്കറ്റ് ഇനി റിയാക്ട് ചെയ്യാനുള്ളത്. സോ മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ, ഓക്കെ, കുറച്ച് താഴോട്ട് നോക്കാം ഒരു പൊടിക്ക്. ഓക്കെ, സോ മാർക്കറ്റ് നാളെ മാർക്കറ്റ് താഴോട്ട് വന്നിട്ട് ഇവിടുന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് വീണ്ടും ട്രേഡ് എടുക്കാം. ഓക്കെ, മാർക്കറ്റ് ഒന്ന് താഴോട്ട് വന്നിട്ട് ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് വീണ്ടും 23,800 ഈ ഒരു റേഞ്ചിൽ നിന്ന് വീണ്ടും നമുക്ക് മുകളിലോട്ട് ട്രേഡ് എടുക്കാം. സോ മാർക്കറ്റ് നമുക്ക് നാളെ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റിനെ മുകളിലോട്ട് നമുക്ക് എടുക്കാം. സോ നാളെ എൻ്റെ ബൈ പ്ലാനാണുള്ളത്. ടുഡേ ഡേ ക്യാനിലാണ് ഞാനിവിടെ വരച്ച് വെച്ചിട്ടുള്ള ഒരു പ്യുവർ സെല്ലിങ് പ്രഷറായിരുന്നു. കാരണം മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട്
കംപ്ലീറ്റ്ലി മാർക്കറ്റ് താഴോട്ട് വരിക ചെയ്തത്. എന്നിട്ട് മാർക്കറ്റിൻ്റെ ഡേയിലൂടെ തൊട്ട് യെസ്റ്റർഡേ ഡേയിലൂടെ തൊട്ട് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ആയി. ഇതാണ് മാർക്കറ്റിൻ്റെ ഇന്നത്തെ സിനാരിയോ. സോ നാളെ നമ്മുടെ ബൈ ഓൺ ദ ഡിപ്പാണ് സ്ട്രാറ്റജി. സോ മാർക്കറ്റ് നാളെ ഗ്യാപ്പ് ഡൗണിൽ ഇവിടെ കിട്ടുകയാണെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും. നേരെ എൻ്റെ ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ് ഇതായിരിക്കും. ഓക്കെ, സെക്കൻഡ് ടാർഗറ്റ്, ദിസ് ഇസ് എ ഫസ്റ്റ് ടാർഗറ്റ് ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് ഇസ് എ ഡേ ഹൈ. സോ ഇത് രണ്ടും എൻ്റെ നാളത്തെ ടാർഗറ്റ്സ് ആയിരിക്കും. സോ ഇതാണ് നാളത്തെ ട്രേഡ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.